നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളം അതിന്റെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഏതാണ്ട് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ മൂന്ന് മുന്നണികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചിലയിടത്തൊക്കെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിൽ നിന്ന് പലരും വിട്ടു BJP-യിലേക്ക് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ കൃത്യമായി തന്നെ അത് പറഞ്ഞു വെക്കുകയും ചെയ്തു. കെ സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രഖ്യാപനം BJP-യിലേക്ക് നിരവധി കോൺഗ്രസ് നേതാക്കൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാവുകയാണ്. ഈ ചർച്ചകൾ സജീവമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരവും മുൻ മന്ത്രി കൂടിയായിരുന്ന VS ശിവകുമാറും അതുപോലെ തന്നെ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന കാർത്തികേയന്റെ മകനുമായ ശബരിനാഥുമൊക്കെ BJP-യിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് വരുമ്പോൾ CPM ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പണവും ED-യും ഒക്കെ കണ്ട് പേടിച്ചുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ്. BJP-യിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതാണ്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് നമുക്ക് ഏവർക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അറിയാം. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിന് ഭരണമേ ഇല്ല. ഒരു സംസ്ഥാനങ്ങളിലും വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രം ഭരണമുള്ള കോൺഗ്രസ്, അതുപോലെ തന്നെ ഒരു സംസ്ഥാനങ്ങളിലും ഭരണമില്ലാത്ത CPM-ഉം വളരെ പ്രതിസന്ധിയിലാണ്. വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രം ഭരണമുള്ള കോൺഗ്രസും കേരളത്തിൽ മാത്രം ഭരണമുള്ള CPM-ഉം ഒക്കെ നേരിടുന്ന പ്രതിസന്ധി വളരെ വലുത് തന്നെയാണ്. ഈ പ്രതിസന്ധികളാണ് പലരെയും പാർട്ടി വിട്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നോക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാൻ ഒരു നേതാവ് പോലുമില്ല. സംഘടന സംവിധാനം പോലും കൃത്യമായി ഇല്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. ആകെ ഒരു അങ്ങേയറ്റം പോയാൽ 40 സീറ്റിനകത്ത് ഒതുങ്ങുമെന്ന അവസ്ഥ കോൺഗ്രസിനുണ്ട് എന്ന തലത്തിലുള്ള ചർച്ചകളും സജീവമാകുന്നുണ്ട്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് തകർന്നു പോകുമെന്ന് വ്യക്തമായി തന്നെ ഇപ്പോഴേ ഏതാണ്ട് തകർച്ച പൂർണ്ണമായി കഴിഞ്ഞ അവസ്ഥയിലാണ്. സഖ്യമൊക്കെ രൂപീകരിച്ചെങ്കിലും ആ സഖ്യം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ്സുകാർക്കറിയാം. അതിൽ ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാരാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മറുകണ്ഠം ചാടാനൊരുങ്ങുന്നത്. അവർക്കറിയാം ഇനി വരുന്ന കാലഘട്ടം BJP-യുടേതായിരിക്കുമെന്നും BJP-യുടെ ഭരണം ഉടനെയെങ്ങും, കാരണം BJP-ക്ക് ഇനി നരേന്ദ്രമോദി അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടാൻ നിരവധി നേതാക്കന്മാർ ഉണ്ട് എന്നുള്ള സത്യം, ആ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ഒരു നേതൃപാഠവുമുള്ള പല നേതാക്കന്മാരും BJP-യിലുണ്ട്. BJP-ക്ക് കൃത്യമായ ഒരു ദിശാബോധമുണ്ട്. ആ ദിശാബോധത്തോടുകൂടി രാജ്യത്തെ നയിക്കാൻ കഴിയുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ സർക്കാർ ഇതുവരെ അഴിമതിയോ മറ്റൊന്നും തന്നെ കാണിച്ചിട്ടില്ല. എന്നാൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങളുമായി അവരുടെ കാര്യപദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. നരേന്ദ്രമോദി നൽകിയ ഉറപ്പുകളെല്ലാം, അതായത് രാമക്ഷേത്രം, ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ, രാമക്ഷേത്രത്തിന്റെ കാര്യം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിരുന്നു, അത് നടത്തി. ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യം മാത്രമാണ് ഇനി ഉള്ളത്. ബാക്കിയുള്ളത് CA അടക്കമുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളും നരേന്ദ്രമോദി നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി നടപ്പിലാക്കി വരികയാണ്. ആ പുരോഗമനത്തിന്റെ കാര്യത്തിലാണെങ്കിലും വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ രാജ്യം പുരോഗതിയിലേക്കും വികസനത്തിലേക്കും ഒക്കെ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ തീർച്ചയായും ഇനി മറ്റൊരു സർക്കാർ ഉണ്ടാവാനുള്ള സാധ്യതകളില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ പല കോൺഗ്രസ് നേതാക്കന്മാരുമാണ് BJP-യിലേക്ക് ചേക്കാറാനാകുന്നത്. അവരുടെ ഭാവി സുരക്ഷിതമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ശബരിനാഥൊക്കെ BJP-യിലേക്ക് വന്നാൽ തീർച്ചയായും ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥ് മികച്ചൊരു രാഷ്ട്രീയ നേതാവാണ്. ശബരിനാഥിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല കഴിവുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും മറ്റ് MBA ഒക്കെ എടുത്ത് വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജോലിയിലാണെങ്കിലും വളരെ പ്രഗത്ഭനായ ഒരാൾ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു കാലം MLA ആയിരുന്നു. അതിന് ശേഷം തോൽവിയൊക്കെ ഉണ്ടായെങ്കിൽ പോലും വളരെ കൃത്യമായ കാര്യങ്ങളിൽ നിലപാടെടുക്കുന്ന ശബരിനാഥിനെ പോലെയുള്ളവർ, ശബരിനാഥിനെ പോലുള്ളവർക്ക് കൃത്യമായി അറിയാം ഇനി BJP-യിൽ മാത്രമേ ചേർന്നാൽ മാത്രമേ ഭാവിയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ശബരിനാഥ് അടക്കമുള്ളവർ BJP-യിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത്. ഇനി വരാനുള്ളത് പല CPM നേതാക്കളുമാണ് എന്ന് രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ നടത്തിയിരുന്നു. ഏതായാലും CPM നേതാക്കന്മാർ വരാൻ കുറച്ച് സമയം കൂടി എടുക്കും. അത് കാരണം CPM നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി കേരളത്തിൽ ഒരു കുറച്ചു കാലം കൂടി ഭരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അതുപോലെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ തകർന്നടിഞ്ഞപ്പോൾ CPM നേതാക്കന്മാർ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. അവരുടെ പാർട്ടി ഓഫീസും അവരും അടക്കമാണ് വന്നത്. കോൺഗ്രസ്സുകാർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നുവെങ്കിൽ പാർട്ടി ഓഫീസ് കൂടെ വന്നില്ലെങ്കിൽ നേരെ മറിച്ച് CPM-കാർ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ അവരുടെ പാർട്ടി ഓഫീസ് അടക്കം കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. ഒരുപക്ഷെ നാളെ കേരളത്തിന്റെ അവസ്ഥയും ഇത് തന്നെയാകാനുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം, നമ്മൾ വെറുതെ ഇവിടെ നിന്ന് പ്രബുദ്ധരാണ് മലയാളികൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പ്രബുദ്ധത എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് ഇല്ലാതെ പോകുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷം എന്നതല്ലാതെ, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുകയല്ല, ഞാൻ പണ്ട് തൊട്ടേ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്ന വോട്ടറാണ്,
അതുകൊണ്ട് ഇടതുപക്ഷത്തിന് മാത്രമേ വോട്ട് ചെയ്യൂ എന്നാണ് ഇവരിൽ പലരും പറയുന്നത്. അല്ലാതെ കൃത്യമായ ഒരു രാഷ്ട്രീയ അവബോധമോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവോ എന്നും നമുക്കില്ല. പ്രബുദ്ധത എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോഴും നമ്മൾ പറയുന്നു ഇവിടെ വർഗീയതയാണ് BJPയുടെ മുഖമുദ്ര എന്ന് പറയുമ്പോഴും പലപ്പോഴും എന്തുകൊണ്ടാണ് ഇപ്പൊ മലപ്പുറത്ത് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ഒരിക്കലും പ്രഖ്യാപിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് BJP ഇപ്പോഴാണ് മലപ്പുറത്ത് BJPക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ലഭ്യമായത്. ബാക്കി എല്ലാ കാലഘട്ടങ്ങളിലും ഹിന്ദു സ്ഥാനാർത്ഥിയെ തന്നെയായിരുന്നത്. അപ്പോൾ യഥാർത്ഥ അർത്ഥത്തിൽ ജനാധിപത്യവും അതുപോലെ തന്നെ വർഗീയ പ്രീണനവും ഇല്ലാതെ പോകുന്ന ഒരു പാർട്ടി തന്നെയാണ് BJP എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് മറ്റുള്ളവരെല്ലാം ഇപ്പൊ പാലായിൽ ഒരിക്കലും ഒരു കേരള കോൺഗ്രസ്സുകാരനെയോ ഒരു ക്രിസ്ത്യാനിയോ അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കോട്ടയം മണ്ഡലവും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ജാതി സമവാക്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ. രാഷ്ട്രീയത്തിലും ജാതി സമവാക്യങ്ങൾ തന്നെയാണുള്ളതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എവിടെയാണ് നമ്മൾ പ്രബുദ്ധതയും സംസ്കാരവും ഒക്കെ പറയുന്നത്? നമ്മളിവിടെ വർഗീയത വിളയില്ല അല്ലെങ്കിൽ വർഗീയത ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും ഇത്തരത്തിലുള്ള വർഗീയതകൾ ഉണ്ട് എന്ന് വ്യക്തമാവുകയില്ലേ? പിന്നെ എന്താണ് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ കേരളത്തിനെ ഇളക്കിമറിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാനുള്ളത്? ഏതായാലും കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാരുടെ ഒഴുക്ക് BJPയിലേക്ക് തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അനുരണനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്നാകും ഇവരൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് മാത്രം തീരുമാനമാകാനുള്ളൂ. അതായത് BJPയിലേക്ക് എത്തുന്ന സമയം മാത്രമേ തീരുമാനമാകാനുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരുപക്ഷെ ഡൽഹിയിലാകാം ഇത് സംബന്ധിച്ചുള്ള ബാക്കിയുള്ള ചർച്ചകളും. ഡൽഹിയിൽ ചെന്നിട്ടാവാം ദേശീയ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെയോ ഒക്കെ സാന്നിധ്യത്തിലാകാം ഒരുപക്ഷെ ഇവർ വരുന്നത് എന്ന തരത്തിലുള്ള ചില സൂചനകളും വരുന്നുണ്ട്. ഏതായാലും കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാർ BJPയിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് യാതൊരു കാര്യത്തിനും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സത്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.